കുറേ നാളായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ബിജു സോമാനത്തിൻ്റെ അതോടെ തന്നെ ശ്രീകുമാറിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. അവരുടെ കൂടെ വർക്ക് ചെയ്ത ഒരു സ്ത്രീ കണക്ക് അവർക്കെതിരെ ഒരു പരാതി കൊടുക്കുകയും അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ കേസ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനെ തുടർന്ന് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഷോയിലേ പങ്കെടുക്കുന്നില്ല. രണ്ടുപേരല്ല, 3 പേരും. നിഷ സാരംഗും ഇല്ല. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ കേസ് കൊടുത്തത് നിഷ സാരംഗാണെന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത്. അതിനെപ്പറ്റി നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അവർ തന്നെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ തന്നെയാണോ കൊടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്നുള്ള രീതിയിൽ നമുക്കുള്ളൊരു ഇൻഫോർമേഷനും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പേരുണ്ട് ഇത് നിഷ സാരംഗ് തന്നെ ആയിരിക്കും, അവരുണ്ടെങ്കിൽ മനഃപൂർവ്വമാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഒക്കെ പറഞ്ഞാൽ അവർക്കെതിരെ ഒരുപാട് ഹേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ എവിടെ പോയിട്ട് ഒരുപാട് പേര് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാണെങ്കിൽ നിഷ സാരംഗ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത്. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് നടന്നതെന്ന് പോലും അറിയാതെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. സോ ബാക്കിയുള്ളവരെല്ലാം വെളിയിൽ നിന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് പറയാൻ കഴിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഇപ്പോൾ പറയാനോ വിശദീകരിക്കാനോ താല്പര്യമില്ലെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിഷ സാരംഗ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും ആ കേസ് കൊടുത്തിരിക്കുന്നതെന്നുള്ളതായിരിക്കും. ചിലപ്പോൾ അല്ലാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരുപാട് ഏറ്റ് ഇതാണെങ്കിൽ നിഷ സാരംഗിന് വരുന്നുണ്ട്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചാൻസസോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും കിട്ടുന്നില്ല എന്നും നിഷ സാരംഗ് ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് എടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.